ഹായ്, കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MDC മാത്തമാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 7 ചാപ്റ്ററാണ് ഉള്ളത്. ഓരോ ചാപ്റ്ററിലെ 3 ക്വസ്റ്റ്യൻസ് വീതം, അങ്ങനെ 21 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ഓരോ ചാപ്റ്ററിലെ 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 100 കണക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ സമയം അനുസരിച്ച് അതെല്ലാം ചെയ്യുക. നമുക്ക് നോക്കാം. സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ മിസ്സിംഗ് ടേംസ് 2, 6, 3, 4, 20, 5, 6, -7. ഇപ്പോൾ ഡാഷിൻ്റെ അവിടെ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന ഇതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഫോർമാറ്റ് ഐഡിയ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഇവിടെ 2, 6, 3, 4, 25. അപ്പോൾ നോക്കുമ്പോൾ 2ൻ്റെയും 3യുടെയും നടുക്കാണ് അതിൻ്റെ പ്രോഡക്റ്റായ 6. 4ൻ്റെയും 5ൻ്റെയും നടുക്കാണ് അതിൻ്റെ പ്രോഡക്റ്റായ 20. അപ്പം തീർച്ചയായിട്ടും 6ൻ്റെയും 7ൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും അതിൻ്റെ നടുക്ക്. അപ്പോൾ അത് 42 ആണ് ആൻസർ. അപ്പം മിസ്സിങ് ടേം എന്നും പറഞ്ഞ് ചോദിക്കും, പല രീതിയിൽ ചോദിക്കാം. അടുത്തത് റോങ് ടേം. ഒരു സീരീസ് തന്നിട്ട് അതിനകത്ത് റോങ് ടേം ഏതാണെന്ന് കണ്ടുപിടിക്കുക. 2, 5, 10, 16, 26, 37. നമ്മളിവിടെ നോക്കുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കിട്ടുന്നത്. 1 സ്ക്വയറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2, 2 സ്ക്വയറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5, 3 സ്ക്വയറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10, 4 സ്ക്വയറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തുവാ 17 കിട്ടേണ്ടത്, ഇവിടെ 16 ആണ്. 5 സ്ക്വയറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്തിട്ടത് 26, 6 സ്ക്വയറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുന്നതാണ് 37. അപ്പം 10 ആണ് അവിടുത്തെ റോങ് ടേം, 16 ആണ് റോങ് ടേം. യഥാർത്ഥ ടേം 17 ആണ് വരേണ്ടത്. അടുത്ത ടൈപ്പ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ. 11, 13, 17, 25, 32 ഡാഷ്. ഇവിടെ നമ്മൾ പല ടൈപ്പ് സീരീസ്, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനായിട്ട് വരുന്നുണ്ടോ, ജോമെട്രിക് പ്രോഗ്രഷനായിട്ട് വരുന്നുണ്ടോ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യണേ. ഇവിടെ നോക്കുമ്പോൾ ആദ്യമേ 11 ആണ്. 11ൻ്റെ ടേംസ് ആണ് 1ഉം 1ഉം. അപ്പോൾ 11ൻ്റെ കൂടെ 1ഉം 1ഉം കൂടെ കൂട്ടുമ്പം 13. അപ്പോൾ രണ്ടാമത്തെ ടൈം കിട്ടി. ഇനി 13ൻ്റെ കൂടെ 1ഉം 3യും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടി? 17 കിട്ടി. 17ൻ്റെ കൂടെ 1ഉം 7ഉം കൂടെ ആഡ് ചെയ്യുക, 25. 25ൻ്റെ കൂടെ 2ഉം 5 കൂടെ ആഡ് ചെയ്യുക, 32. 32ൻ്റെ കൂടെ 3യും 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 37 ആണ് ആൻസർ. അപ്പോൾ ആൻസർ 37. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ ചാപ്റ്ററിനകത്ത് അരിത്തമെറ്റിക് പ്രോഗ്രഷന്, ജോമെട്രിക് പ്രോഗ്രഷന്, സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ, പെർഫെക്റ്റ് ക്യൂബ്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ 1 മൈനസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. സെക്കൻഡ് ഓർഡറായിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വരുന്നത്, തേർഡ് ഓർഡറായിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വരുന്നത്, അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ, ജോമെട്രിക്കോ അരിത്തമെറ്റിക് പ്രോഗ്രഷന്, ആൽഫ ന്യൂമറിക്കൽ, അങ്ങനെ പല ടൈപ്പ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. അടുത്ത പ്രോഗ്രഷൻ, അതിനകത്തെ 3 ചോദ്യങ്ങളാണ്. ഫൈൻഡ് ദ 10th ടേം ഓഫ് AP. 5, 3, 1, -1, -3, എക്സെട്ര. അപ്പോൾ ഈ തന്നേക്കുന്ന AP ആണോ നോക്കുന്നത് എങ്ങനെയാണ്? 5, 3, 1 തുടങ്ങി. അപ്പോൾ സെക്കൻഡ് ഡേ മൈനസ് ഫസ്റ്റ് ഡേ. 3 - 5 -2 കിട്ടി. 1 - 3 ചെയ്താലും -2 കിട്ടുന്നത്. -1 -1 ചെയ്താലും -2 കിട്ടുന്നത്. അപ്പം ഫസ്റ്റ് ടേം A 5, കോമൺ ഡിഫറൻസ് -2. അപ്പോൾ 10th ടേം എന്ന് വെച്ചാൽ A + 9D ആണ്. അപ്പോൾ 5 + 9 × -2, അപ്പോൾ -13 കിട്ടി. ഇനി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് n/2 × 2A + n-1 × D ആണ്. അതിട്ട് വരുമ്പോൾ -40 എന്ന ആൻസർ കിട്ടും. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് എന്ത് ടേം കാണാനുള്ളത്, അതേപോലെ ഒരു സം ഓഫ് n ടേംസ് കാണാനുള്ള ഇക്വേഷൻസ് പഠിക്കുക. A + n-1 × D ആണ് എന്ത് ടേം. സം എന്തുവാ? n/2 × 2A + n-1 × D, അല്ലെങ്കിൽ n/2 × ഫസ്റ്റ് ടേം + ലാസ്റ്റ് ടേം. ഇനി അഞ്ചാമത്തെ ചോദ്യം: ഫൈൻഡ് ദ സം ഓഫ് ഇൻഫിനിറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സമ്മ് കാണാനാണ്. ഇൻഫിനിറ്റ് സമ്മാണ്. A/1 - r അല്ലെങ്കിൽ A/r-1. അപ്പോൾ ആ തന്നേക്കുന്ന 6 അതിൻ്റെ മോഡുലസ് <(1) ആണെങ്കിൽ
1 - ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ R-1 എന്നോ എഴുതുന്നത്. അപ്പോൾ ഇവിടെ 7 ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം -1. അപ്പോൾ കോമൺ റേഷ്യോ എന്ന് വെച്ചാൽ സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം, അപ്പോൾ -1/7 ആണ്. അപ്പോൾ മോഡുലസ് R <1 ആണ്. അപ്പോൾ സം എന്ന് വെച്ചാൽ A/1 - R ആണ്. A ഫസ്റ്റ് ടേം ആണ്, R കോമൺ റേഷ്യോ ആണ്. ഓക്കെ, ഇനിയും ഇൻഫിനിറ്റ് അല്ല എങ്കിൽ എന്തുവായിരുന്നു? A × 1 - R⁻n/1 - R ആണ് കേട്ടോ. ഫൈൻ ദ 10th ടേം ഓഫ് 1/3, 1/6, 1/9, 1/12. ഇത് നോക്കുമ്പോൾ 1/3, 1/6, 1/9, 1/12 റെസിപ്രോക്കലായ 3, 6, 9, 12 AP-യിലാണ്. അപ്പോൾ തന്നേക്കുന്നത് ഹാർമോണിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ ഹാർമോണിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ച് അതിൻ്റെ 100th ടേം കണ്ടുപിടിക്കുക, A+99D, എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ 300 കിട്ടും. ഇപ്പോൾ റെസിപ്രോക്കലായ 1/300 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിനകത്തും നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എന്ത് ടേം സമ്മ്, ജോമെട്രിക് പ്രോഗ്രഷൻ്റെ എന്ത് ടേം സമ്മ്, ഹാർമോണിക് പ്രോഗ്രഷൻ്റെ എന്ത് ടേം കാണാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാർമോണിക് പ്രോഗ്രഷനകത്ത് 0 ഒരു ടേമായിട്ട് വരത്തില്ല, കാരണം റെസിപ്രോക്കലായിട്ട് 0യുടെ റെസിപ്രോക്കൽ നോട്ട് ഡിഫൈൻഡ് അല്ലേ. ഓക്കെ, അടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PRT/100, പ്രിൻസിപ്പൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ബൈ 100 ആണ്. എമൗണ്ട് കാണുന്നത് P+I ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് പ്രിൻസിപ്പിൾ വിൽ എമൗണ്ട് ടു ₹570 at 4% per annum ഇൻ 3.5 വർഷം. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് പ്രിൻസിപ്പിളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എമൗണ്ട് 570, R 4, റേറ്റ് T, R അല്ല T 7/2. അപ്പം എമൗണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം P+I ആണ്, അതായത് P+PRT/100. P കോമൺ എടുത്തു, അപ്പം 1 + RT/100. നമുക്ക് P ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ബാക്കിയുള്ളത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ P = A/1 + RT/100. എന്നിട്ട് വാല്യൂസ് ഇട്ട് കൊടുത്ത ആൻസർ 500 എന്ന് കിട്ടി. അടുത്ത, ഇൻ വാട്ട് ടൈം എ സം ഓഫ് മണി വിൽ ഡബിൾ ഇറ്റ് സെൽഫ് അറ്റ് എ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 8% പെർ ആനം. അപ്പോൾ നമ്മളൊരു കുറച്ച് പൈസ ഇട്ടു, ആ എമൗണ്ട് ഡബിളായി കിട്ടണം. എത്ര വർഷം കൊണ്ട് കിട്ടുമെന്ന്? 8% പലിശയാണെങ്കിൽ. അപ്പോൾ എമൗണ്ട് 2P ആവും അല്ലേ. എമൗണ്ട് എന്ന് വെച്ചാൽ P+I ആണ്. അപ്പം 2P എന്ന് വെച്ചാൽ P × 1 + RT/100. രണ്ട് സൈഡ് P വെട്ടിക്കളയുമ്പം ഇതേ രീതി കിട്ടും. അങ്ങനെ 2 × 100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് T 12.5 വർഷമെന്ന് കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു ഇക്വേഷൻ പഠിക്കാറുണ്ട്. ഞാൻ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ രീതി ചെയ്യാം. ഡബിൾ ആവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഇക്വേഷൻ T എന്ന് വെച്ചാൽ n-1/r × 100. n-1/r × 100. ഓക്കെ, അത് വെച്ച് നമുക്ക് ചെയ്യാം. n എന്ന് വെച്ചാൽ ഡബിൾ ആക്കുമല്ലേ, അപ്പം ഡബിൾ എന്ന് വെച്ചാൽ 2. അപ്പം 1/8 × 100, അപ്പം 12.5 എന്ന് കിട്ടും. 9ാമത്തെ ചോദ്യം, ഇഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹600 ഇൻക്രീസസ് ബൈ ₹30 വെൻ ദ റേറ്റ് ഇൻക്രീസസ് ബൈ 4%, ഫൈൻഡ് ഔട്ട് ദ ടൈം. അപ്പം നമ്മുടെ പ്രിൻസിപ്പിൾ 600 ആണ്. നമ്മൾ എത്ര ഒരു ശതമാനം വെച്ച് ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടി. എന്നാൽ അതിൻ്റെ കൂടെ 4% കൂടെ കൂട്ടിയപ്പോൾ ₹30 കിട്ടി. അപ്പോൾ ആ റേറ്റിൻ്റെ ഡിഫറൻസ് R1 - R2 എന്ന് വെച്ചാൽ 4%. ചേഞ്ച് ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് 30 നമുക്ക് പഠിക്കാറുണ്ട്. ചേഞ്ച് ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ PT/100 × R1 - R2. അതിനകത്ത് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 5/4 എന്ന് കിട്ടും. അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ചാപ്റ്റർ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ A = P × 1 + R/100 ആണ് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ A - P ആണ്. ഇനി ഒരു വർഷത്തേക്കുള്ള ഒരേ റേറ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും കേട്ടോ. ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. പിന്നെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി ആകുമ്പോൾ Tയുടെ അവിടെ 2T ആവും, 100ൻ്റെ അവിടെ 200 ആവും ഹാഫ് ഇയർലി.
ക്വാർട്ടർലി ആകുമ്പോൾ R/400 40 ആവും കേട്ടോ. ഫൈൻ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹4,000 at 24% per annum ഫോർ 3 വർഷം കോമ്പൗണ്ടഡ് മന്ത്ലി ആകുമ്പോൾ 12. അപ്പോൾ P 4000 R 24 T 3 മാസം എന്ന് വെച്ചാൽ എത്ര വർഷമാണ്? 3/12. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ P × 1 + R/100 × 12 raised to 12 × 3/12 -1. അതായത് എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് -P ചെയ്യുക. നിങ്ങൾ ഒന്നുകിൽ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് P കൊണ്ട് മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്തപ്പോൾ 243.83 രൂപ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് ₹4,500 പുട്ട് ഫോർ 2 years at 5%? ഒരു വർഷത്തേക്കാണെങ്കിൽ കോമൺ ഡിഫറൻസ് 0 ആയിരിക്കും. എന്നാൽ 2 വർഷത്തേക്കാണെങ്കിൽ ഇക്വേഷൻ കാണാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇക്വേഷൻ P × R/100 ദ ഹോൾ സ്ക്വയർ ആണ്. വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 12ാമത്തെ ചോദ്യം. ഇഫ് എ സം ഓഫ് ₹13,040 ഈസ് ടു ബി പെയ്ഡ് ബാക്ക് ഇൻ ടു 2 equal ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് അറ്റ് 3.25% പെർ ആനം, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്? ഇപ്പോൾ 2 ഈക്വൽ ആയതുകൊണ്ട് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അത് പഠിച്ചാൽ മതി. P/100/100 + R പ്ലസ് 100/100 + R ദ ഹോൾ സ്ക്വയർ. വാല്യൂ ഇട്ട് കൊടുത്താൽ 6,889 രൂപ എന്ന് കിട്ടും ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും. ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ചാൽ AX + B = 0 അല്ലെങ്കിൽ AX = C. AX + B = 0 എന്ന് വെച്ചാൽ AX = -B, X = -B/A ആണ് അതിൻ്റെ റൂട്ട്. ഇനി 2 ഇക്വേഷൻ. സോൾവ് X + Y = 7, 3X - 2Y = 1. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴിയും ചെയ്യാം, എലിമിനേഷൻ മെത്തേഡ് വഴിയും ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ഇക്വേഷനിൽ നിന്ന് ആദ്യത്തെ X + Y = 7 അല്ലേ, അപ്പം Y എന്ന് വെച്ചാൽ 7 - X. ആ Y രണ്ടാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കണ്ടോ. അപ്പം നമുക്ക് X 5 എന്ന് കിട്ടി. അപ്പോൾ X 5ഉം Y 2 എന്നും കിട്ടും. അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എക്സിൻ്റെ രണ്ടിടത്തെയും കോഎഫിഷ്യൻ്റ് ഒരേപോലെ ആക്കുക, അല്ലെങ്കിൽ വൈയുടെ ഒരേപോലെ ആക്കുക. ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ ഒന്നാമത്തെ ഇക്വേഷനെ മൊത്തത്തിൽ 3 കൊണ്ട് ചെയ്യുമ്പോൾ 3x + 3y = 21. രണ്ടാമത്തെ ഇക്വേഷൻ 3x - 2y. രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 5y = 10, 5 2 എന്നും അത് മറ്റേനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ X 5 എന്ന് കിട്ടും. അതാണ് എലിമിനേഷൻ മെത്തേഡ്. അല്ലെങ്കിൽ വേറൊരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 14ാമത്തെ ചോദ്യം. സോൾവ് 3x + 2y = -25, -2x - -y = 10. അപ്പോൾ A1x + B1y = C1, A2x + B2y = C2 ആണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. X/B1 C1 - B2 C1. അപ്പോൾ എക്സ് ഉള്ളപ്പം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് A ഇല്ലേ, അപ്പോൾ A അല്ലാത്തത് ബിയും സി, അത് B1 C2 - B2. ഇനി Y എന്ന് വെച്ചാൽ B ആണ്, അപ്പോൾ B അല്ലാത്തത് എയും സി ആണ്. അപ്പോൾ C1 A2 ആ രീതിയിൽ ഓർത്താൽ മതി. അത് ഇട്ട് കൊടുത്ത് X 5 എന്നും Y -20 എന്ന് കിട്ടും. ഫോർ വാട്ട് വാല്യൂ ഓഫ് K ദ ഇക്വേഷൻ 9x + 4y = 9 ആൻഡ് 7x + KY = 5 ഹാവ് നോ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നോക്കുക. A1x + B1y = C1, A2x + B2y = C2 രണ്ട് ഇക്വേഷൻ. അത് കൺസിസ്റ്റൻ്റ്, അതായത് A1/A2 = B1/B2 ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് യുണീക്ക് സൊല്യൂഷൻ. ഇനി A1/A2 = B1/B2 = C1/C2 ആണെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇനി A1/A2 = B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ നോ സൊല്യൂഷൻ. ഇവിടെ നോ സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ അത് എഴുതിയിട്ട് A1ഉം B1ഉം C1ഉം A2 B2 C2 ഇട്ട് കൊടുത്തു. അങ്ങനെ ചെയ്തപ്പോൾ K 28/9 എന്ന് കിട്ടി. അടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം AX² + BX + C = 0 വേർ A not equal to 0 അത്ര എഴുതണം. ഇനി ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് വെച്ചാൽ നമുക്കറിയാം X = -b ± √B² - 4AC/2a. ആ റൂട്ടിനകത്ത് കിടക്കുന്ന സാധനം B² - 4AC ആണ് ഡിസ്ക്രിമിനൻറ്റ്.
ആ ഡിസ്ക്രിമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ രണ്ട് റൂട്ടും സെയിം ആണ്. ആ ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും ഡിഫറൻറ്റ് റിയൽ റൂട്ടാണ്. ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ നോ റിയൽ റൂട്ട്, കോംപ്ലക്സ് റൂട്ടായിരിക്കും. ഇനി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ax² + bx + c = 0, a ≠ 0 ആണ്. അതിനകത്തെ രണ്ട് റൂട്ടിൻ്റെ സമ്മെന്ന് വെച്ചാൽ -b/aയും പ്രോഡക്റ്റ് c/aയും ആണ്. അപ്പോൾ അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ 16ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് 2x² + 5√3x + 6a = 0. അപ്പോൾ a 2 ആണ്, b 5√3, c 6 ആണ്. അപ്പോൾ സം എന്ന് വെച്ചാൽ -b/a അതിട്ട് കൊടുത്തു, പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ c/a അതിട്ട് കൊടുത്തു. ഇനി ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട് ആർ 5 ആൻഡ് -6. അപ്പോൾ 5ഉം -6ഉം ആ റൂട്ടെങ്കിൽ നമ്മൾ ഇത്ര എടുത്താൽ മതി, x - 5 എന്നും x - -6 എന്നും. അതായത് x - 5 × x + 6 ചെയ്യുമ്പോൾ x² + x - 30. ഇക്വേഷൻ എന്ന് വെച്ചാൽ =0 കൂടെ എഴുതണം. ഇനി അടുത്ത 18ാമത്തെ ചോദ്യം. ഇഫ് 2 + √3 ഈസ് 1 റൂട്ട്, ഫൈൻഡ് ദ അതർ റൂട്ട്. അപ്പോൾ ഓർത്തോണം, 2 + √3 റൂട്ടാണെങ്കിൽ 2 - √3യും റൂട്ടായിരിക്കും. ഇനി √2 ഒരു റൂട്ടാണെങ്കിൽ -√2 ഒരു റൂട്ടായിരിക്കും. 1 - √2 ഒരു റൂട്ടാണെങ്കിൽ 1 + √2 ഒരു റൂട്ടായിരിക്കും. രണ്ട് റൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ x- വെച്ച് ചെയ്യാമല്ലോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അപ്പോൾ അതിനകത്ത് n⁴ എന്ന് വെച്ചാൽ n × n - 1 × etc. × 2 × 1 ആണ്. n⁴ എന്ന് വെച്ചാൽ n × n - 1 ആണ്. 0 എപ്പോഴും 1 ആണ്, 1 1 ആണ്, 2 2 ആണ്, 3 6 ആണ്. ഇനിയും പെർമ്യൂട്ടേഷൻ NP6 അതെന്ന് വെച്ചാൽ n⁴ n - r⁴ ആണ്. കോമ്പിനേഷൻ NCR ആണ്. അതെന്ന് വെച്ചാൽ n⁴ r⁴ × n - r⁴. അപ്പോൾ ആ NPR NCRൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിനകത്ത് NCRനകത്ത് ഒരു r⁴ കൂടെ വരും. അതിൻ്റെ 3 ചോദ്യം കൂടെ നോക്കാം. 19ാമത്തെ ചോദ്യം. ഹൗ മെനി വേസ് ക്യാൻ 8 പീപ്പിൾ സീറ്റഡ് അറ്റ് എ റൗണ്ട് ടേബിൾ. അപ്പോൾ റൗണ്ട് ടേബിളിൻ്റെ ഇക്വേഷൻ ഓർത്താൽ മതി, n - 1 ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ 8 പേരായതുകൊണ്ട് 8 - 1 7 ആണ് ആൻസർ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 മെമ്പേഴ്സ് ഫോമിങ് എ കമ്മിറ്റി ഔട്ട് ഓഫ് 10 ബി സെലക്റ്റഡ്. 10 പേരുള്ളതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യണം. എങ്ങനെ? 2 പർട്ടിക്കുലർ മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തേത് 2 പർട്ടിക്കുലർ മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യരുത്. അപ്പോൾ ഒന്നാമത്തത് മൊത്തം 10 പേരുണ്ടേ, അതിൽ 2 പേര് എന്തായാലും വേണം. അപ്പോൾ 2 പേരെ ഞങ്ങൾ എടുത്തു വെച്ചു. ബാക്കി 8 പേരിൽ നിന്ന് 3 പേരെ വേണം. അപ്പോൾ നമ്മളെന്തുവാ 8C3 ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരിൽ നിന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ കോമ്പിനേഷൻ ആയിരിക്കും ചെയ്യുന്നത്, അത് ഓർത്തോണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചീട്ടിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ 2 പർട്ടിക്കുലർ മെമ്പേഴ്സ് വേണ്ട, അപ്പോൾ 10ൽ നിന്ന് 2 പേരെ അങ്ങ് മാറ്റി, ബാക്കി 8 പേരിൽ നിന്ന് 5 പേരെ വേണം. അപ്പോൾ 8C5 ആണ് അത്. ലാസ്റ്റ് ചോദ്യം നോക്കിയേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ജോയിനിങ് ദ വെർട്ടീസസ് ഓഫ് ആൻ ഒക്ടഗൺ. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ 4 എണ്ണം. അപ്പോൾ n × n - 1 × n - 2 × n - 3/4 ആയി 24. അപ്പോൾ എന്നിന് ഒക്ടഗൺ ആയതുകൊണ്ട് 8 സൈഡാണ്. അപ്പോൾ 8 ഇട്ട് കൊടുക്കുക. അപ്പോൾ 8 × 7 × 6 × 5/24 70 എന്ന ആൻസർ കിട്ടും.